ഈ ഇസ്രയേൽ ഇങ്ങനെ തുടങ്ങിയാൽ എന്തെന്നാ ചെയ്യാ? ഇല്ല, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കൈ തുടച്ച് വെറുതെ ഇവിടെ കൊണ്ടിടുന്ന ഒരു തമാശ, ഒരു രസം, പിന്നെയല്ല. അല്ല, അതെന്തെങ്കിലും അങ്ങനെ പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയണ്ടേ? ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, വെറുതെ ഓരോന്ന് പറയും. ഹോട്ടലിൽ കയറിയിട്ട് ചോദിക്കൂ, തിന്നാൻ പുട്ടുണ്ടോ? പുട്ട് പിന്നെ തിന്നാനല്ലാണ്ട്. അല്ല, ഞാനൊന്ന് പറയട്ടെ. നീ പറഞ്ഞാലല്ലേ ഞാൻ കേൾക്കൂ. എൻ്റെ ഏട്ടാ, ഞാൻ മരിച്ചത്. നീ മരിച്ചാ? അതല്ല ഏട്ടാ, ഞാനല്ല മരിച്ചത്, എൻ്റെ വല്യച്ഛനാ. ഓ, വല്യച്ഛനാ? അത് പിന്നെ അങ്ങനെയല്ലേ, വയസ്സായി കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കൂ. എന്നിട്ട് നിങ്ങൾ മരിച്ചില്ലല്ലോ. നീ എന്നെ കൊല്ലാൻ വന്നിയാ? എൻ്റെ ഏട്ടാ, ഞാൻ പറയുന്നത് കേൾക്കേ, വല്യച്ഛൻ മരിച്ചതല്ല. നീ കൊന്നതായിരിക്കും, നിന്റെ സ്വഭാവം വെച്ച് നീ കൊല്ലും. അല്ല, അതല്ല, വല്യച്ഛൻ മരിച്ചത് അറിയിക്കാനല്ല, മരിച്ചതിന്റെ 16 അടിയന്തരാ, അതൊന്നും അറിയിക്കാൻ വേണ്ടി പോവാ. 16 അടിയന്തരോ? നല്ലതല്ലേ, അത് നടത്തണ്ടേ എന്തായാലും. എനിക്കിപ്പോ എവിടെയാ പോണ്ട്? കുടുംബ വീട്ടില്. നിന്റെ കുടുംബ വീട് എനിക്കറിയാവുക. വീട് കുറുക്കമുക്കില. കുറുക്കമുക്ക്? കുറുക്കമുക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ. വരുമ്പോ കാലി അടിച്ച് വരേണ്ടി വരും. അല്ല, കാലി മാത്രാക്കണ്ട, അതിന് കൂടെ പുട്ടോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാ മതി, കുഴപ്പമില്ല. ഇമ്മാര് തമാശ പറഞ്ഞാലുണ്ടല്ല, ആ പുട്ട് നിന്റെ തൊണ്ടയെ കുടുങ്ങിയിട്ട് നീ മരിച്ചിട്ട് ഞാൻ പറയാൻ വേണ്ടി പോണ്ടി വരും കുറുക്കമുക്കിലേക്ക്, മനസ്സിലായ? അല്ല, ഇപ്പൊ നിങ്ങൾ ഓട്ടം പോവോ? ഇമ്മാര് തമാശ പറയല്ല കേട്ടോ. നിങ്ങൾ പോവോ? ഞാൻ പോയാ മതിയോ? നീ വരുന്നില്ലേ? അല്ല, ഇന്നേം കൊണ്ട് നിങ്ങൾ പോവോന്ന്. അപ്പൊ ഓട്ടോ വേണ്ടേ? ഓട്ടോ വേണം മനുഷ്യ. ഇന്നൊന്ന് ആ ഓട്ടോയില് കുടുംബ വീട്ടിൽ എത്തിച്ചേരുവോ കുറുക്കമുക്കില്? ഇങ്ങനെ മര്യാദക്ക് ആദ്യം നിനക്ക് പറഞ്ഞാ പോരെ? അങ്ങനെ ആണെങ്കിൽ ആടെ പോയിട്ട് പറഞ്ഞിട്ട് ഈടെ വന്നിട്ട് ഞാൻ വേറെ ഓട്ടം പോയിട്ടുണ്ടാവും. അല്ലാത്ത കഷ്ടം തന്നെ. ആടെ വാടം വരുന്നില്ലേ? ആ, വരികയാണ്. നീ എന്നാ കളിക്കുന്നേ? ഇത് തുറക്കുന്നില്ലല്ലോ. ടെക്നിക്കൽ സൈഡൊന്നും അറിയില്ലല്ലേ? ഇത് മിണ്ടാപ്രാണിയാണ്, വേദനിപ്പിക്കരുത്. നിന്റെ പേരിൽ കേസെടുക്കും. നല്ല കേറിക്കോ, കേറ്. എന്താ ചെയ്യാ? ഇതെന്താ കുതിര? കുതിരയാ. അല്ല, പ്രശ്നം എന്താന്ന് വെച്ചാലേ, വല്യച്ഛൻ മരിച്ചല്ലേ? അല്ല, അതല്ല. അതെനിക്ക് വലിയ പ്രശ്നമില്ലാന്ന് എനിക്ക് മനസ്സിലായിനി. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതല്ല. ഇന്റെ അച്ഛൻ നിങ്ങളെ പോലെ ഒരു പഴഞ്ചനാ. ഓട്ടോറിക്ഷ ഓടിക്കല? അതല്ലാന്ന്, മൂപ്പര് വരെ ഒരു നിർബന്ധമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ ചെന്ന് പറയണം എന്നുള്ളത്. അതെയോ? ഇപ്പാരെ ഈ അടിയന്തരവും കല്യാണമൊക്കെ വീട്ടിൽ പോയിട്ട് പറയുന്നത് ഫോണിലേക്കൂടിയല്ലേ? വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, എന്തെല്ലാന്നുള്ളത്. പിന്നെ ഞങ്ങള് തറവാടികളാണല്ലോ. അന്ന് എനിക്കൊരു സംശയം പോലെ, തറവാടികളല്ലേ? അല്ല, തറവാട്ടുകാരായതുകൊണ്ട് ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള ഒരു സിസ്റ്റമാണെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ആ സിസ്റ്റത്തിൽ എന്തോ ഒരു ഫംഗസ് കയറിയ പോലെ ഉണ്ട് ഇന്നെ കാണുമ്പോ. ഇത്തിരി കൂടി സ്പീഡിലൊക്കെ ഒന്ന് പോയിക്കോട്ടെട്ടോ, ഇന്നൊന്ന് പെട്ടെന്ന് എത്തിക്കുങ്ങൾ അവിടെ. എന്നെ സംബന്ധിച്ച് ഇത് ഓവർ സ്പീഡാ. ഇത് ഈ അടിയന്തരം പറയാനായതുകൊണ്ടാണ് ഇത്ര സ്പീഡ് പോകുന്നത്. ഈ വണ്ടിക്ക് ഒച്ചയില്ലേ? ടെക്നോളജി മാറിയൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? ഈ വണ്ടിക്ക് ഒച്ചയില്ല, സ്കൂട്ടറിന് ഒച്ചയില്ല, കാറിന് ഒച്ചയില്ല, ഇനിയിപ്പോ ലോറിക്ക് ഒച്ച ഉണ്ടാവില്ല, ബസ്സിന് ഒച്ച ഉണ്ടാവില്ല, മനുഷ്യന്മാർക്ക് വരെ ഒച്ചയില്ലാത്ത അവസ്ഥയായിട്ട് വരാൻ പോകുന്നു. എന്ന് വിചാരിച്ച് നീ വേക്കുന്ന വല്ലാണ്ട് ഒച്ച ഉണ്ടാക്കണ്ട. ഈ വണ്ടിക്ക് ഒച്ചയില്ലാത്തോണ്ടേ സുഖമായിട്ട് ഉറങ്ങാം. നല്ല സുഖല്ലേ? ഞാൻ ഒരുപാട് പ്രാവശ്യം ഓടിക്കുമ്പോ തന്നെ ഉറങ്ങിപ്പോയി. അതിന്റെ ഒരു പാടായത്. എന്നിട്ട് നിങ്ങൾ പാഠം പഠിച്ചില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് അവിടെ എത്തിക്കോട്ടെട്ടോ, എന്നിട്ട് നിങ്ങൾ ഉറങ്ങിക്കോളി. കുറുക്കമൂലല്ലേ ഇപ്പത്തോ? നിർത്തരുത്, ഇവിടെ തന്നെ നിർത്താടോ. നിർത്തിന്ന് കേറ്റം കയറിട്ടെന്ന് ഇറങ്ങിയോ? ഇതവിടെയാണ്. ഇതാ സ്ഥലം, നല്ല സ്ഥലം. ഇതിലങ്ങോട്ട് ഇറങ്ങിയാ മതി. നിങ്ങളുടെ എത്രേ? 350 റുപ്യാവും. നമ്പർ പറയും. KL 11B 6167. വണ്ടിന്റെ നമ്പർ അല്ലാന്ന്, നിങ്ങളുടെ മൊബൈൽ നമ്പർ പറയും. ഇത്ര വെറുപ്പിച്ച പോരായിട്ട് എന്നെ വിളിച്ചിട്ട് വെറുപ്പിക്കേണ്ട പരിപാടിയാ. നീ ഒന്ന് പോയാട്ടെ. നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിട്ടാ. ഗൂഗിൾ പേ? ഈലെങ്ങനെയാണോ ഗൂഗിൾ പേ ചെയ്യാ? അത് ശരി. സ്കൂൾ കുട്ടികളെ കുളിപ്പിച്ച് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കൊണ്ട് നടക്കുന്നതായിരിക്കും കൊണ്ട് നടക്കുക.
എന്റെ ആവശ്യത്തിന് എനിക്കിത് മതി. അല്ല നിങ്ങൾ വലിയ ടെക്നോളജിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഇല്ലേ? നീ വലിയ തറവാടിനെ കുറിച്ച് പറഞ്ഞത് നിന്റെ അടുത്ത് പൈസ ഉണ്ടാ? എന്റെ അടുത്ത് പൈസ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ? പോക്കറ്റ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. പോക്കറ്റിൽ പൈസ ഇല്ലാണ്ട് പൈസ എനിക്ക് എങ്ങനെയാണ് തരുവാ? അല്ല ഞാനിപ്പോ നിങ്ങൾക്ക് എങ്ങനെ തരിക? എനിക്ക് തരണോ? നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് തരും, ഞാൻ അതിലെ ഗൂഗിൾ പേ ചെയ്യാം. ഉണ്ട്, എന്റെ മോളെ നമ്പർ. മോളെ നമ്പർ തരി. മോളെ നമ്പർ തരാൻ പറ്റില്ല. എന്താ? അതിപ്പോ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ബ്ലോക്ക് ആക്കിനി. ആര് ബ്ലോക്ക് ആക്കി? ഒരുത്തൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഐ ലവ് യു, ഐ മിസ് യു എന്ന് പറഞ്ഞിട്ട്. ഏതിൽ? വാട്സപ്പിലോ? വാട്സപ്പിൽ ആദ്യം ഞാൻ ബ്ലോക്ക് ആക്കി. ഇപ്പൊ ഗൂഗിൾ പേയിലാ മെസ്സേജ് അയക്കുന്നത്. പിന്നെ അല്ലാണ്ട് അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഓട്ടോന്റെ പൈസ തരാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഞാനത് അവിടെ പോയിട്ട് തിരിച്ചു വരാം, എന്നിട്ട് ഒന്നിച്ചു പോവാം. നീ എന്താ പറയുന്നത്? അനക്ക് സ്കൂൾ കുട്ടികളെ പണിയില്ലേ? ഞാനപ്പോ എന്ത് ചെയ്യാനാ? നീ ആടെ പോയിട്ട് മേടിക്ക, അമ്മായിയോട് അളയമ്മയോട് പൈസ മേടിച്ചോണ്ടാ എനിക്ക് പിന്നെ അടിയന്തരം പറയാൻ വന്ന ഞാൻ അവിടെ ചെന്നിട്ട് പൈസ വാങ്ങല്ലേ? ഞാനൊരു തറവാടിയല്ലേ? നിന്റെ അലാക്കിന്റെ തറവാടാ എനിക്ക് ദൈവം തന്നിനി. നിങ്ങൾ ചൂടാവില്ലേ? നിങ്ങൾ തെറ്റാനൊന്നും നിൽക്കണ്ട. അടുത്ത ഏതെങ്കിലും ATM ഉണ്ടെങ്കിൽ അത് പറയും. ATM-ന് പേടെ പോയിട്ട് ആരോടെ ചോദിക്കണ്ടേ? ഒരു കുറുക്കം വരെയില്ല, അത് തല കുറുക്കം മൂലാന്ന് പേര്. അത് നമുക്ക് എവിടെയെങ്കിലും അന്വേഷിക്കുക. നിങ്ങൾ വണ്ടി അടിക്കി. എവിടെ പോയിട്ട് അന്വേഷിക്കുക? തിരിച്ചങ്ങോട്ട് പോണ്ട, അതിന്റെ പൈസ പ്രത്യേകം തരേണ്ടി വരും. അത് ഞാൻ തന്നോളാം. വണ്ടി അടിക്കി. പിന്നെ ATM എത്തുന്നവരെ നിങ്ങൾ ടെക്നോളജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇതെന്തോടെ ഒരു ടെക്നോളജി അല്ലേ? ഇങ്ങനെ ആക്കടിക്കുള്ള ടെക്നോളജി വേണം. കേറ്. ആദ്യം നീ കയറി. അല്ല പിന്നെ ഈ ഓട്ടോ ഓടിക്കലൊരു നിസ്സാര പണിയാന്ന ഓരോരുത്തരുടെ വിചാരം. ഇതിനൊരു ടെക്നോളജി വേണോ? അതറിയോ? ഓ പിന്നെ ടെക്നോളജി മിണ്ടരുത് നിങ്ങള്. ഞാൻ പൈസ എടുത്ത് വരാം. എങ്ങോട്ടാ പോണേ? പൈസ എടുക്കാൻ. അത് പിന്നെ 3 ആഴ്ചയായിട്ട് ഇതിൻ്റെ അകത്ത് 5-ന്റെ പൈസ അല്ല. അതാ അവിടുത്തെ അവസ്ഥ. പിന്നെ നിങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതോ? വീട്ടിലാകുമ്പോൾ നല്ല ചൂടാ. ഇവിടെ ആകുമ്പോൾ AC-യിൽ ഇരിക്കാലോ, ശമ്പളവും കിട്ടും. എന്താ ചെയ്യാ? എന്ത് പൈസ കിട്ടിയില്ലേ? ആടെ പൈസ ഇല്ല, വണ്ടി അടിക്ക്, അടുത്ത് നോക്കാം. എന്റെ തറവാട് എനിക്ക് വിൽക്കേണ്ടി വരും തോന്നല്ലേ ഇങ്ങനെ ഓടിയാൽ? ഏട്ടാ, ഓ ഒരു 500 റുപ്യ തരുമോ? 500? ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. അയ്യോ, ഇപ്പൊ വണ്ടിക്കാർ വന്നിട്ടുള്ളൂ. കാശ് കംപ്ലീറ്റ് കൊണ്ടുപോയി. ഒന്നുമില്ലല്ലേ? വേറെ ഒന്നുമില്ല. ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പൈസ തരുമോ? ഗൂഗിൾ പേ ചെയ്ത് തരാം. ഞാൻ അതിനൊക്കെയല്ലോ. എടോ തറവാടി, ഇങ്ങനെ മ്ലിങ്ങസിയായിട്ട് ഇരിക്കണ്ട. ആരോടെങ്കിലും ചോദിക്കുക ATM-ലേക്കുള്ള ബൈ. അതിനാരും കാണണ്ടേ? അത് ആടേതോ ഒരു വരം കുതിരേനെ പോലെ തീർത്ത് നിൽക്കുന്നു. ഓനോട് ചോദിക്കും. നിർത്തി. ഏട്ടാ, ഇവിടെ അടുത്ത ATM ഉള്ള. കുറച്ച് നീങ്ങ്. ഞാൻ ബൈക്കാ, ഞാൻ കാണിച്ചു തരാം. ഏട്ടാ ഒന്നുകൂടെ നിർത്ത്. ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. എൻ്റെ എത്രയാണോ? നിങ്ങളൊരു 30 റുപ്യ തന്നെ. ഗൂഗിൾ പേ ഉണ്ടാ? ഇല്ലേ? ഇല്ലടോ. നിങ്ങൾക്കുണ്ടാ? അത് നിങ്ങളാ സ്കാനർ ഒന്ന് കാണിക്ക്. ഏട്ടാ ഞാൻ 3 അയച്ചിട്ടുണ്ടേ. അത് നിങ്ങൾക്ക് തരൂ. പിന്നെ നിങ്ങൾക്ക് ATM അല്ലേ? ഇവിടുന്ന് നേരെ പോയിട്ട് ഇറങ്ങിയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ ആ ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഉണ്ടാവും ATM കേട്ടാ. ഒറ്റയെടുത്ത് പൈസ കൊടുക്കാണ്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. ഓന്റെ പൈസയും കൂടി ഇപ്പൊ ഇന്റെ അടിക്കല്ലേ? ഇതെങ്ങനെയാ തരുവ? ഏത് ATM എടുത്തരിക? നിങ്ങൾ എന്തിനാ അങ്ങനെ ചൂടാവുന്നത്? പിന്നെ ചൂടാണ്ട് എനിക്ക് പൈസ കിട്ടും. പറഞ്ഞില്ലേ ആ അടുത്ത് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ATM ഉണ്ടെന്ന്, അവിടെ നിർത്തരാ. അതെ, ഇപ്പൊ സന്ധ്യയായി. എന്റെ സ്കൂൾ ട്രിപ്പ് മുടങ്ങി, അതറിയാവുക. നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാം. ഉണ്ടാക്കണം. അതാ ATM-ൽ എത്തട്ടെ, അല്ലാതെ വെറുതെ ചൂടായിട്ട് കാര്യമില്ല. തന്നിട്ടില്ലേ പറയാം. നീ പിന്നെ ആദ്യത്തിൽ കണകുണ വർത്താനം പറയണ്ട. പറഞ്ഞില്ലെന്ന് വേണ്ട. വെറുതെ ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. എന്ത് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ലെന്ന്? വണ്ടി ഇടിക്കുന്നു. സ്റ്റാർട്ടാക്ക്. നീ എന്നെ പഠിപ്പിക്കണ്ട. വണ്ടി എടുക്കുന്നു. എടുക്കാൻ പറഞ്ഞേ. ഇയാളെന്താ തിരിഞ്ഞളിക്കുന്നത്? എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നം പറയ്. ബാറ്ററി ചാർജ് ഇറങ്ങി. ഇല്ല, ബാറ്ററി പോയി. ബാറ്ററി പോയി? ചാർജ് ഇറങ്ങിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ? ചാർജ് ചെയ്യണം. എവിടുന്ന്? ഇവിടെ അടുത്തേടെ ഉണ്ടാവുക. ഇവിടെ എനിക്കാണല്ലോ അറിയാം ചാർജ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ ദേഷ്യപ്പെടുന്നില്ലേ? ഇപ്പൊ ദേഷ്യമൊന്നുമില്ലേ? ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇതാ പറഞ്ഞത്, ടെക്നോളജിയിൽ ഇങ്ങനത്തെ അവസ്ഥ ഒക്കെ ഉണ്ടാവും. അതിനെ വെറുതെ ചൂടായിട്ട് കാര്യമില്ല. അതിന്റെ പരിഹാരം എന്താന്നുള്ളത് നോക്കുക വേണ്ട. മനസ്സിലായ? പരിഹാരം എന്തെങ്കിലും
ഇങ്ങനെ തള്ളുന്ന ഇവനോട് എങ്ങനെയാ ഞാൻ പൈസ ചോദിക്കുക? ഇനിയിട്ട് ഓട്ടത്തിന് ഇയാൾ പൈസ വയ്ക്കട്ടെ, അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാം.